Today we will discuss some problems. The first question is find the sum of the following series. First one, sigma n I equal to 0 to infinity 3 raised to I minus 2 raised to I divided by 6 raised to I. Second one, sigma n equal to 1 to infinity minus 1 raised to n plus 1 into 3 by 2 raised to n. ഇപ്പോൾ രണ്ട് സീരീസിൻ്റെ സമ്മ് കാണാനാണ്. ഇപ്പോൾ സമ്മ് കാണാന്ന് പറഞ്ഞാൽ കൺവേർജൻ്റ് ആണ്, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്, ഇത് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രോപ്പർട്ടികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എടുക്കാം. സൊല്യൂഷൻ സിഗ്മ I equal to 0 to infinity 3 raised to I minus 2 raised to I divided by 6 raised to I ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ I equal to 0 to infinity 3 raised to I by 6 raised to I minus 2 raised to I by 6 raised to I എന്ന് എഴുതാമല്ലോ അതിനെ, അല്ലേ? which is equal to sigma I equal to 0 to infinity 3 by 6 all raised to I, രണ്ടിനെ പവർ I ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് 2 by 6 all raised to I. അപ്പം ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 3 by 6 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് 1 by 2 ആക്കാം. അപ്പോൾ സിഗ്മ I equal to 0 to infinity 1 by 2 all raised to I മൈനസ് ഇതിൽ 2 കൊണ്ട് 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 by 3 കിട്ടും, ഓൾ റേസ് ടു I. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മാണ് കണ്ടത്. അപ്പോൾ ഈ സീരീസിൻ്റെ സം എന്താണ്? ഈ സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ സീരീസിന് എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? സിഗ്മ I equal to 0 to infinity 1 by 2 raised to I എന്ന് പറഞ്ഞ സീരീസിൻ്റെ സമ്മും കാണണം. അതുപോലെ എന്ത് ചെയ്യണം? അപ്പം നമുക്കിതിനെങ്ങനെ എഴുതാം? സിഗ്മ I equal to 0 to infinity 1 by 2 all raised to I minus sigma I equal to 0 to infinity 1 by 3 raised to I. ഈ സീരീസും കൺവേർജൻ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ സീരീസ് കൺവേർജൻ്റ് ആണോ, ഈ സീരീസ് കൺവേർജൻ്റ് ആണോ നോക്കണം. ഇത് രണ്ടും ജോമെട്രിക് സീരീസ് ആണ്, അല്ലേ? ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്, I എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. 1 by 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 by 3 raised to 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ ഇവിടെ 1 by 2, ഇവിടുത്തെ കോമൺ റേഷ്യോ 1 by 3 ആണ്. അപ്പോൾ ഇതാണ്. ഇനി ആ രണ്ട് സീരീസിൻ്റെ സമ്മ് കണ്ടാൽ മതി, നമുക്ക് എന്ത് കിട്ടും? ഈ സീരീസിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതാം, രണ്ട് സീരീസും കൺവേർജൻ്റ് ആണെന്ന് എഴുതാം. Since both the series sigma I equal to 0 to infinity 1 by 2 raised to I and sigma I equal to 0 to infinity 1 by 3 raised to I are geometric series. രണ്ടും ജോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ 1 by 2, ഫസ്റ്റ് ടേം 1, അല്ലേ? അടുത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1, കോമൺ റേഷ്യോ 1 by 3. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ എടുത്തു കഴിഞ്ഞാൽ sigma I equal to 0 to infinity 1 by 2 raised to I. Consider the series. Here A equal to എത്രയാ? ഫസ്റ്റ് ടേം A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1 by 2 raised to 0, അല്ലേ? 1 by 2 raised to 0 ആണ് ഫസ്റ്റ് ടേം. അതെന്ന് പറഞ്ഞാൽ 1 ആൻഡ് R equal to 1 by 2. അപ്പോൾ വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്. അപ്പോൾ ഇനി R less than 1 ആണോ ചെക്ക് ചെയ്യണം.
1/2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. Therefore സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/2 ഓൾ റേസ് ടു ഐൻ്റെ വാല്യൂ എന്താ വരിക? A ഡിവൈഡഡ് ബൈ 1 മൈനസ് R അല്ലേ? 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ത് കിട്ടും? 2. അപ്പോൾ ആ സീരീസിൻ്റെ സമ്മ് 2 എന്ന് കിട്ടും. ഇനി കൺസിഡർ സെക്കൻഡ് സീരീസ് കൺസിഡർ ചെയ്യുക. സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/3 റേസ് ടു I. അപ്പോൾ ഹിയർ A ഈക്വൽ ടു 1/3 പവർ 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി R എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 1/3 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. Therefore സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/3 ഓൾ പവർ I ഈക്വൽ ടു ഫസ്റ്റ് ടേം 1 ഡിവൈഡ് ബൈ 1 മൈനസ് റേഷ്യോ 1/3. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 3 മൈനസ് 1/3 എന്ന് വെച്ചാൽ 2/3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3/2. അപ്പോൾ ഈ രണ്ട് സമ്മ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, ആ ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ therefore സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു I മൈനസ് 2 റേസ് ടു I ഡിവൈഡ് ബൈ 6 റേസ് ടു I ഈക്വൽ ടു, രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടായിരുന്നു. ആ ഇക്വേഷൻ മാത്രം ഇവിടെ ജസ്റ്റ് എഴുതുക. സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/2 റേസ് ടു I മൈനസ് സിഗ്മ I ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/3 റേസ് ടു I. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടുത്തെ വാല്യൂ എന്തായിരുന്നു? 2 ആയിരുന്നു. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 3/2. അപ്പോൾ 2 മൈനസ് 3/2 എന്ന് കിട്ടും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 3/2. അപ്പോൾ എത്ര കിട്ടും? 1/2. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടി. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അറിയാവുന്ന ഒരു ഫോമിൽ നമുക്കത് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയേണ്ടത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ഇൻറ്റു 3/2 റേസ് ടു n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. n 1 കൊടുക്കുക, n 2 കൊടുക്കുക, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 മൈനസ് 1 സ്ക്വയർ വരും അല്ലേ? അപ്പോൾ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ആ ഇവിടെ മാറ്റമൊന്നുമില്ല. ഇനി 3/2 റേസ് ടു 1 അതെത്രയാ? 3/2. ഇനി അടുത്ത ടേം നോക്കണം. മൈനസ് 1 റേസ് ടു 2 പ്ലസ് 1 അപ്പോൾ മൈനസ് 1 ക്യൂബ് വരും. മൈനസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മൈനസ് ഇടുക. പിന്നെ 3/2 സ്ക്വയർ അല്ലേ? 3/2 സ്ക്വയർ. അടുത്ത ടേം ഇവിടെ 3 വരും. 3 വരുമ്പോൾ മൈനസ് 1 റേസ് ടു 4 വരും, അത് പോസിറ്റീവാണ്. 3/2 ക്യൂബ്. അടുത്തത് നെഗറ്റീവ് വരും, കാരണം ഇവിടെ 4 അല്ല കൊടുക്കുക, അപ്പോൾ 5 വരും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ആൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, എക്സെട്ര. ഇതാണ് നമ്മുടെ സീരീസ്. ഇനി നമുക്കിതിനെ ജോമെട്രിക് സീരീസ് ആക്കി എഴുതാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ജോമെട്രിക് സീരീസ് ആക്കണമെങ്കിൽ കോമൺ റേഷ്യോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടണം. ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 3/2 ആണ്. ജോമെട്രിക് സീരീസ് ആണെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് കിട്ടുന്ന അതേ നമ്പർ ആയിരിക്കണം തേർഡ് ടൈം ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഏത് നമ്പർ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു? ഫസ്റ്റ് ടൈം 3/2 ആണ് കിട്ടി. ജോമെട്രിക് സീരീസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ A ഈക്വൽ ടു 3/2 എടുത്തു കഴിഞ്ഞാൽ 3/2ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയേ? മൈനസ് 1/2 അല്ലേ? അപ്പോൾ 6 എന്ന് പറയുന്നത് മൈനസ് 1/2 ആണോ നോക്കാം. അപ്പോൾ ഈ മൈനസ് 3/2 സ്ക്വയറിൻ്റെ കൂടെ മൈനസ് 1/2 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മൈനസും മൈനസും പ്ലസ് ആയി 3/2 സ്ക്വയർ ഓൾറെഡി ഉണ്ട്.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ 2 കൂടെ ആകുമ്പോൾ 2 ക്യൂബായി. അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോമെട്രിക് സീരീസ് ആണിത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു ജോമെട്രിക് സീരീസാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ടൈമിന് അങ്ങനെ ഒന്ന് എഴുതി നോക്കുക. 3/2 ഫസ്റ്റ് ടൈം 3/2 മൈനസ് 3/2 ഇൻറ്റു 1/2 പ്ലസ് 3/2 ഇൻറ്റു 1/2 സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസ് ആണല്ലോ, മൈനസ് 3/2 ഇൻറ്റു 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര, which is a geometric series with A equal to 3/2, R equal to minus 1/2. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ജോമെട്രിക് സീരീസിന്റെ സമ്മ് കാണാൻ വേണ്ടി മോഡ് R നമ്മൾ നേരത്തെ പോസിറ്റീവാണ് R, അതുകൊണ്ടാണ് ഞാൻ മോഡ് എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ മോഡ് R ലെസ് ദാൻ 1 ആണോ നോക്കണം. അപ്പോൾ ഹിയർ മോഡ് R ഈക്വൽ ടു 1/2 വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. therefore since mod R equal to 1/2 less than 1, the given series converges. Given series converges and its sum n equal to 1 to infinity minus 1 raised to n plus 1 into 3/2 raised to n equal to ഇത് വരും ഫസ്റ്റ് ടൈം a/1 മൈനസ് കോമൺ റേഷ്യോ മൈനസ് 1/2 എന്ത് കിട്ടും 3/2 ഡിവൈഡ് ബൈ 1 മൈനസ് -1/2 എന്ന് പറയുമ്പോൾ 1 + 1/2. 1 + 1/2 എത്രയാ 3/2. 3/2 ഡിവൈഡ് ബൈ 3/2 1. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സീരീസിൻ്റെ സമ്മ് 1 ആണ്. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീരീസ് ആയിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ജോമെട്രിക് സീരീസിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. Next question is, show that the following series diverges. Series ആണ് 1 1/2 plus 3 3/4 plus 7 7/8 plus 15 15/16 plus etc. അപ്പോൾ ഈ സീരീസ് ഡൈവേർജസ് ആണെന്ന് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡൈവേർജൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ സമ്മ് കാണാൻ പറ്റില്ലെന്ന് അർത്ഥം. അപ്പോൾ ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ സീരീസിനെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോമെട്രിക് സീരീസ് ആണെന്നൊന്നും എന്തായാലും തോന്നില്ല അല്ല, ജോമെട്രിക് സീരീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ വേറെ ഏതെങ്കിലും ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടേമിനെ മാറ്റി എഴുതാം. ഈ സീരീസിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1/2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് 1/2 കിട്ടാം അല്ലേ. അപ്പോൾ അതിനങ്ങനെ എഴുതാം. 2 മൈനസ് 1/2 എന്ന് എഴുതും. 2 മൈനസ് 1/2 1/2 ആണ്. അടുത്തത് 3 3/4 3/4 ആണ്. എന്ന് വെച്ചാൽ 4ൽ നിന്ന് 1/4 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കത് കിട്ടൂലേ? കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 4ൽ നിന്ന് ഇത്ര നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്നതാണ്. കാരണം 4ൽ നിന്ന് 4 1/4 കുറച്ച് കഴിഞ്ഞാൽ 3/4 കിട്ടുക നമുക്കറിയാം. ഇനി അടുത്ത ടൈം നോക്കിയാൽ എന്ത് വരും? അപ്പോൾ ഇവിടുത്തെ വെച്ച് നോക്കിയാൽ നമുക്കറിയാം 2 മൈനസ് 1/2 4 മൈനസ് 1/4. അങ്ങനെ ആകുമ്പോൾ അടുത്ത ടൈം എന്ത് വരണം? ഈ താഴത്തെ നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 മൈനസ് 1/8 കിട്ടണം. അത് കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8 മൈനസ് 1/8 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 × 8 64 മൈനസ് അല്ലേ മൈനസ് 1/8. അപ്പോൾ 63/8. അപ്പോൾ ഈ നമ്പർ അതുപോലെ നോക്കിയാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മളിതെങ്ങനെ ആഡ് ചെയ്യുന്നത്? 8 × 7 + 7 ആണ് വരിക. 8 × 7 56 + 7 ഡിവൈഡഡ് ബൈ 8. ഇത് രണ്ട് ഈക്വൽ ആണോ നോക്കാം.
അപ്പോൾ 56 + 7 എന്ന് പറയുമ്പോൾ 63 ആണ്. അപ്പോൾ ഇത് ഈക്വലാണ് 63/8 തന്നെയാണ്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാ നമ്പറിനെ നമുക്ക് ഇതുപോലെ എഴുതാം അല്ലേ. പ്ലസ് ഇതിനെ എങ്ങനെ എഴുതും? 16 - 1/16. അപ്പോൾ ഈ ഓർഡറിൽ എഴുതാം. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് എന്തോ ഒരു ഓർഡർ മനസ്സിലാവുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമുകളെല്ലാം ഒരുമിച്ച് എടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 2 + 4 + 8 + 16 + etc. minus 1/2 + 1/4 + 1/8 + 1/16 + etc. അപ്പോൾ നോക്കിയേ, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. രണ്ട് ജോമെട്രിക് സീരീസിന്റെ ഡിഫറൻസ് കൺവേർജന്റ് ആവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഈ ജോമെട്രിക് സീരീസും കൺവേർജന്റ് ആവണം. രണ്ടും കൺവേർജന്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം ഇതിനെ നമ്മൾ സിഗ്മ നൊട്ടേഷനിൽ എഴുതാൻ വേണ്ടി പോവുകയാണ്. എന്നുവെച്ചാൽ 2^1, 2² 2³ 2⁴ ആ ഫോമല്ല ഇത്. ഇതാണ് ഈ 1/2^1, 1/2 2, 1/2^3, 1/2^4 ആ ഫോമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സിഗ്മ I = 1 to infinity 2⁻I minus sigma I = 1 to infinity 1/2⁻I. അപ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ. അപ്പോൾ കൺസിഡർ ദ സീരീസ് സിഗ്മ I = 1 to infinity 2⁻I. ഹിയർ എ എന്ന് പറയുന്നത് എത്രയാ? ഫസ്റ്റ് ടൈം എന്തായാലും 2 ആണ്. റേഷ്യോ R എന്ന് പറയുന്നത് 2 ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ, ഗ്രേറ്റർ ദാൻ 1 ആണ്. R എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഹെൻസ് ദ ഈ സീരീസ് എന്തായിരിക്കും? റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഹെൻസ് ദ സീരീസ് ഈസ് ഡൈവേർജന്റ്. ലെസ് ദാൻ 1 ആണെങ്കിലേ കൺവേർജന്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ഗ്രേറ്റർ ദാൻ 1 വന്നുകൊണ്ട് നമുക്ക് ഡൈവേർജന്റ്. ഇനി നമ്മൾ അടുത്ത സീരീസ് എടുക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാവും, ഒരു സീരീസ് ഡൈവേർജന്റ് അടുത്ത സീരീസ് കൺവേർജന്റും ആണെങ്കിൽ നമുക്ക് പറയാം മൊത്തം സീരീസ് ഡൈവേർജന്റ് ആണ്. ഇനി അടുത്ത സീരീസും കൂടെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അടുത്തത് ഏതാ? സിഗ്മ I = 1 to infinity 1/2⁻I. Consider the series sigma I = 1 to infinity 1/2⁻I. Here A = 1/2, R = 1/2, which is less than 1. The given series converges ആണ്. റേഷ്യോ ലെസ് ദാൻ 1 അല്ലേ, കൺവേർജസ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് കൺവേർജന്റ് ഒന്ന് ഡൈവേർജന്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ദ സീരീസ്, നമ്മളൊരു റിമാർക്ക് പഠിച്ചായിരുന്നു, രണ്ട് സീരീസിൽ ഒന്ന് ഡൈവേർജന്റ് ആയാൽ അതിൻ്റെ സമ്മും ഡിഫറൻസും ഒക്കെ ഡൈവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് cannot be കൺവേർജന്റ് ആവാൻ കഴിയില്ല. Hence the given series diverges. Given series diverges. അപ്പോൾ നമ്മൾ ഈ ഫോമിൽ ഏതെങ്കിലും ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് അധികം ചെയ്ത് നോക്കിയാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടും. 2-3-4 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ നമ്പറിനെ എങ്ങനെ എഴുതിയാൽ നമുക്കൊരു ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലാക്കാം. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലാക്കി ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എളുപ്പം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ സീരീസ് 1 + 2 + 3 + 4 + 1/4 + 1/4² +
1/4 cube plus 1/4 raised to 4 plus etc. is convergent and find its sum. അപ്പോൾ ഈ സീരീസ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ജോമെട്രിക് സീരീസ് ആണോ, മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ജോമെട്രിക് സീരീസ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു ജോമെട്രിക് സീരീസിൻ്റെ പാർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലും മതി. അപ്പോൾ നോക്കിയേ, ഇവിടെ 1/4 ശേഷമുള്ള ടേം കണ്ടിട്ട് ഒരു ജോമെട്രിക് സീരീസാണ്. ഇവിടെ നമുക്കറിയാവുന്ന ഒരു 4 നമ്പറല്ലേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സീരീസ് കൺവേർജൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ സീരീസിനെ എങ്ങനെ എഴുതാം? 1 + 2 + 3 + 4 + 1/4 + 1/4 square plus 1/4 cube plus 1/4 raised to 4 plus etc. which is equal to 4 ടേം അങ്ങനെ തന്നെ എഴുതാം. 1 + 2 + 3 + 4 പ്ലസ് അടുത്ത ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇത് 1/4 1/4 സ്ക്വയർ 1/4 ക്യൂബ് ആ ടൈം ഫോമിലല്ലേ. അപ്പോൾ നമുക്കതിന് സിഗ്മ I = 1 to infinity 1/4 all raised to I എന്ന് എഴുതാം. അപ്പോൾ രണ്ട് സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ ഈ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സീരീസ് എന്തായാലും കൺവേർജൻ്റ് ആണ്, ഇതിൻ്റെ സമ്മ നമുക്കറിയാം. ഈ സീരീസ് കൺവേർജൻ്റ് ആണോ നോക്കാം. അപ്പോൾ ദ സീരീസ് സിഗ്മ I = 1 to infinity 1/4 raised to I is a geometric series with A = 1/4 and R = 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണല്ലോ അല്ലേ. അപ്പോൾ ദ ഗിവൺ സീരീസ് കൺവേർജസ് ആണ്. ആൻഡ് സം ഈസ് സിഗ്മ I = 1 to infinity 1/4 all raised to I = A/1 minus R. A എന്ന് പറഞ്ഞാൽ 1/4 divided by 1 minus 1/4. അപ്പോൾ ഇത് കിട്ടും 1/4 divided by 1 minus 1/4 എന്ന് പറയുമ്പോൾ 3/4. മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 4 ക്യാൻസലായിപ്പോയി 1/3 കിട്ടും. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മ് 1/3 കിട്ടും അല്ലേ. അപ്പോൾ therefore the given സീരീസ്, നമുക്ക് തന്നിരിക്കുന്ന ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതിയാൽ മതി 1 + 2 + 3 + 4 പ്ലസ് ഇപ്പം കിട്ടിയ സമ്മ് എത്രയാണ്? 1/3. ഇപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള നമ്പറിൻ്റെ സമ്മ് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്ത് കിട്ടും? 4 + 3 7 + 2 9 + 1 10. അപ്പോൾ 10 + 1/3 is equal to 10 × 3 30 + 1 31/3. ഇതാണ് നമ്മുടെ സമ്മ്. അപ്പോൾ ജസ്റ്റ് കണ്ട് മൊത്തത്തിലൊരു ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലാക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പാർട്ടായാലും മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഷോ ദാറ്റ് ദ ഫോളോവിങ് സീരീസ് ഡൈവേർജസ്. ഈ സീരീസിന് വേറൊരു പേരുണ്ട്, ഹാർമോണിക് സീരീസ് നമ്മൾ ഈ സീരീസിനെ വിളിക്കാം. സിഗ്മ I = 1 to infinity 1/I = 1 + 1/2 + 1/3 + etc. + 1/I + etc. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ്. അപ്പോൾ ഇത് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ith ടൈം ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഡൈവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ ith ടൈം 0 കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ith ടൈം എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഹിയർ ദ ith ടൈം of the series is AI = എന്താണ് ith ടൈം? 1/I എന്നുവെച്ചാൽ ആസ് I tends to infinity ഇത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? I tends to infinity ആകുമ്പോൾ 1/∞ വരും. 1/∞ എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത് 0 കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ 0 കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൺവേർജ് എന്ന് പറയാൻ പറ്റത്തില്ല. 0 കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ഈ സീരീസ്
ഡൈവേഴ്സ് ആണ്. ഇപ്പോൾ സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ആദ്യത്തെ ടൈം ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറ്റൂല. സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, വേറെ തിരിച്ച് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ ആണെങ്കിൽ നമുക്ക് പറയാം ഈ സീരീസ് ഡൈവേർജസ് ആണ്. അപ്പോൾ ഇത് കൺവേർജസ് ടു സീറോ ആയതുകൊണ്ട് ഇത് കൺവേർജ് ആണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ഫെയിൽ ആവൂടെ. അപ്പോൾ ഏതാ ith ടൈം ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് ഒരു ഫൈനൈറ്റ് ലിമിറ്റിലേക്ക് ടെൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മുടെ ഈ സീക്വൻസിന് നമ്മളൊരു ഫോമിലേക്ക് എഴുതാൻ വേണ്ടി പോവാം. അപ്പോൾ 1 + 1/2 + 1/3 + 1/4 + 1/5 + 1/6 + 1/7 + 1/8 + 1/9 + ഇങ്ങനെയാണ് എക്സെട്ര അല്ലേ. 1/10 + എക്സെട്ര 1/16 + എക്സെട്ര ഇങ്ങനെ പോവാം സീരീസ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേം ഒഴിവാക്കിയിട്ട് ഈ 2 ടേമും കൂടെ ഒരുമിച്ചെടുക്കാം. ഈ 2 ടേമും കൂടെ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1/4 1/4 ആണോ 1/3 ആണോ വലുത്? 1/4 ആണോ 1/3 ആണോ വലുത്? 1/3 ആണ് വലുത് അല്ലേ. അപ്പോൾ 1/3 ആണ് വലുത്. അപ്പോൾ 1/3ക്ക് പകരം നമ്മൾ 1/4 കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 + 1/4 എഴുതാം. 1/3ക്ക് പകരം നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ഉള്ളതാണ് വലുത്. ഇതെന്ന് വെച്ചാൽ 2/4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്ത് നമ്മൾ ഈ 4 ടേം എടുക്കാം. ഇപ്പോൾ 2 ടേം എടുത്താൽ ഇവിടെ 4 ടേം എടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഈ 3 നമ്പറിനെ എന്ത് ചെയ്യുക? ഈ 3 നമ്പറിനേക്കാളും ചെറുതാണ് 1/8. അപ്പോൾ 1/8 കൊണ്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ 1/8 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. എന്ന് വെച്ചാൽ 4/8 വരും ആഡ് ചെയ്യുമ്പോൾ, വിച്ച് ഈസ് ഈക്വൽ ടു അതും 1/2 വരും. ഇനി അടുത്ത 1/9 തൊട്ട് 1/16 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 8 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഇതിന് മുന്നേ 1/16 മുന്നേ ഉള്ള എല്ലാ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യും? 1/16 കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് 8 നമ്പർ ഉണ്ട്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 8/16 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നുവെച്ചാൽ ഓരോന്ന് നമ്മൾ പറയാം. ഹിയർ 1/3 + 1/4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/4 + 1/4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2/4, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഫസ്റ്റ് 2 ടൈംസ് എടുത്തു. ഇനി അടുത്ത് 2 സ്ക്വയർ ടൈംസ് എന്ന് വെച്ചാൽ 4 ടൈംസ്. ഇത് സം ഓഫ് നെക്സ്റ്റ് 4 ടൈംസ്. സം ഓഫ് 2 സ്ക്വയർ ടൈംസ്. 2 സ്ക്വയർ ടൈംസ് അടുത്ത 2 സ്ക്വയർ ടൈമുകളാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ഈസ് 1/5 + 1/6 + 1/7 + 1/8, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ നമ്മൾ ഇതിനെ എല്ലാ നമ്പറിൻ്റെയും 1/8 കൊണ്ട് റീപ്ലേസ് ചെയ്യും. 1/5 എന്തായാലും 1/8 വലുതാണ്. 1/6 1/8 വലുതാണ്. 1/7 1/8 വലുതാണ്. പിന്നെ ഇത് ഈക്വൽ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4/8 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്ത ഇതിലെ ബാക്കി ടൈംസ് എഴുതാം. ബാക്കി ടൈമുകൾ സം ഓഫ് അടുത്ത 7 ടൈം വരും. അടുത്ത എത്ര ടൈമുകൾ ഉണ്ടാവും? 8 ടൈംസ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇത് സം ഓഫ് നെക്സ്റ്റ് 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. 2 ക്യൂബ് ടൈംസ് ഈസ് 1/9 + 1/10 + എക്സെട്ര + 1/16 ഗ്രേറ്റർ ദാൻ എല്ലാത്തിനെയും 1/8 1/16 കൊണ്ട് റീപ്ലേസ് ചെയ്യും. 1/16 + ഗ്രേറ്റർ ദാനെ കൊടുക്കാൻ പാടുള്ളൂ, ഈക്വൽ ടു കൊടുക്കരുത്.
അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. 1/16 വിച്ച് ഈസ് ഈക്വൽ ടു 8 ടൈംസ് ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു 1/16 വരും. അപ്പോൾ എന്ത് കിട്ടും? 1/2. അപ്പോൾ ഇൻ ജനറലായിട്ട് നമുക്ക് ഇതിനെ എന്ന് എഴുതാം. ഇൻ ജനറൽ ദ സം ഓഫ് ഒരു 2 k - 1 എടുക്കും. 2 k - 1 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത് ഇപ്പോൾ 2 ക്യൂബ് ടൈംസിൻ്റെ സമ്മ് എൻഡ് ചെയ്യുന്ന ഏതാ? 1/16 വെച്ചിട്ടാണ്. 2 ആണ് അല്ലേ? ഇത് 2 ആണ്. ഇവിടെ ആണെങ്കിൽ 1/2 ആണ്. 2 സ്ക്വയർ ടൈമിൻ്റെ ആണെങ്കിൽ 1/2 വെച്ചിട്ട് 2 ക്യൂബ് ടൈംസ് ആണെങ്കിൽ 1/2 വെച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ സം ഓഫ് 2 k - ടൈംസ് എൻഡിങ് വിത്ത് ഏത് ടൈം ആയിരിക്കും? ലാസ്റ്റ് ടൈം ഏതായിരിക്കും? 1/2 k അല്ലേ? ഇതായിരിക്കും ലാസ്റ്റ് ടൈം. ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ആ ടൈമുകൾ മൊത്തം എഴുതാൻ പോവുകയാണ് ഞാൻ. 2 k - 1 + 1 + 1/2 k - 1 + 2 + എക്സെട്ര എവിടെ വരെ ഉണ്ടാവും? 1/2 k വരെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? 1/2 k കൊണ്ട് റീപ്ലേസ് ചെയ്യും. 1/2 k + 1/2 k + എക്സെട്ര + 1/2 k which is equal to എത്ര ടൈംസ് ഉണ്ടാവും? സം ഓഫ് 2 k - 1 ടൈംസ്. അപ്പോൾ 2 k - 1 ടൈംസ് ഉണ്ട് ഡിവൈഡഡ് ബൈ 2 k എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ജനറലായിട്ട് നമുക്ക് ഇതിനെ ഈ ടേം വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ തന്നിട്ടുള്ള സീരീസിനെ. അപ്പോൾ നമ്മൾ SN എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ therefore SN equal to here SN equal to nth partial sum. n എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? Take n equal to 2 k then the nth partial sum. Partial sum is Sn equal to 1 + 1/2 + 1/3 + 1/4. ഇത് ഒരുമിച്ച് എടുക്കാം. 1/5 + 1/6 + 1/7 + 1/8 + etc. + 1/2 k - 1 + 1 + etc. + 1/2 k വരെ ഉണ്ടാവുള്ളൂ അല്ലേ? ഫസ്റ്റ് 2 k ടൈംസ് ആണ്. 2 k ടൈമുകളാകുമ്പോൾ ഇവിടെ വരെ എത്തും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം? ഗ്രേറ്റർ ദാൻ. നമ്മളിപ്പോൾ എല്ലാ ഈ ഓരോ ടൈമുകളെ കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 1 + 1/2 + ഇത് 1 ഗ്രേറ്റർ ദാൻ 1/2 അല്ലേ? ഇത് ഗ്രേറ്റർ ദാൻ 1/2 + എക്സെട്ര + 1/2. അപ്പോൾ എത്ര ടൈംസ് ഉണ്ടാവും? ഈ 1/2കൾ എത്ര ടൈംസ് ഉണ്ടാവും? ടോട്ടല് k ടൈംസ് ഉണ്ടാവും അല്ലേ? ഫസ്റ്റത്തെ 1/2 ഇവിടെ 1/2 എത്തിയപ്പോഴാണ്. അപ്പം അങ്ങനെ ടോട്ടൽ എത്രയും k ടൈമുകൾ ഉണ്ടാവും. 1/2 സ്ക്വയർ 1/2 ക്യൂബ് അങ്ങനെ എക്സെട്ര 1/2 k വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് k ടൈമുകളുണ്ട്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സം എന്ന് പറയുന്നത് 1 + k/2 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം? nth പാർഷ്യൽ സം. n എന്ന് പറയുന്നത് 2 k ആണെങ്കിൽ nth പാർഷ്യൽ സം. therefore Sn ഗ്രേറ്റർ ദാൻ 1 + k/2 എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഇതിനെ കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത് SN-നേക്കാൾ ഒരു ചെറിയ സീക്വൻസ് ആണ്. ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ n എന്ന് പറയുന്നത് 2 k ആവുമ്പോൾ നമ്മുടെ ഈ ടേമിൻ്റെ ലിമിറ്റ് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഈ വലിയ സീരീസ് 1 + k/2
ഈ സീക്വൻസ് കൺവേർജ് ചെയ്യണോ? n കൂടുന്തോറും അല്ലേ, n എന്ന് പറഞ്ഞാൽ 2k നമ്മൾ എടുത്തത്, n = 2k. n കൂടി പോകുമ്പോൾ 2k എന്ന് പറയുന്നത് എന്തായിട്ടാണ് പോവുക? 2k എന്ന് പറയുന്നത് വലുതായിട്ട് തന്നെയാണ് പോവുക അല്ലേ. 2k ഇപ്പം n അടുത്ത് കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ പവറായിട്ടാണ് പോവുക. എന്ന് വെച്ചാൽ ആസ് n tends to infinity, n become large ആവുമ്പോൾ 2k become large ആവും. അങ്ങനെയാകുമ്പോൾ ഈ സം എന്താവും? become large ആവും അല്ലേ. അപ്പോൾ ഈ SN-നേക്കാളും ചെറിയൊരു സീക്വൻസിൻ്റെ സമ്മ് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു ചെറിയ സീക്വൻസിൻ്റെ സമ്മ് ഇൻഫിനിറ്റിയിലോട്ട് കൺവേർജ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ SN എന്ന് പറഞ്ഞാൽ സീക്വൻസ് എങ്ങോട്ടായിരിക്കും ഡൈവേർജ് ചെയ്യുക? ഇത് കൺവേർജ് ആയിരിക്കില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? Thus, if n = 2k, the nth partial sum Sn greater than 1 plus k/2, which become, നമ്മളിവിടെ കമ്പയർ ചെയ്യുക, കമ്പാരിസൺ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം, which becomes arbitrary large as n becomes large. n large ആവുമ്പോൾ ഈ ടേം എന്താവും? ഇപ്പം ഈ SN ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഈ ടൈം ലാർജ് ആവുകയാണെങ്കിൽ SN എന്തായാലും ഇതിനേക്കാളും വലുതായിരിക്കുമല്ലോ എപ്പോഴും അല്ലേ. അപ്പോൾ SN അങ്ങോട്ട് കൺവേർജ് ചെയ്യും, ഇൻഫിനിറ്റിയിലൂടെ തന്നെ കൺവേർജ് ചെയ്യും, SN ലാർജ് ആവും. ഹെൻസ് SN of the harmonic series നമുക്ക് പറയാം. harmonic series does not converge. നമുക്കിത് SN ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ഡൈവേർജ് ആണെന്ന് എഴുതി, അതിനേക്കാളും വലിയ സീരീസ് എന്തായാലും ഡൈവേർജ് ആയിരിക്കും. ഇത് വലുതാവും തോറും ഇത് എന്തായാലും വലുതാവണല്ലോ. does not converge to a limit. Therefore നമുക്ക് എന്താ പറയാം? So the harmonic series diverges. So the harmonic series diverges. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചെറിയ സീരീസ് ഡൈവേർജ് ആണെങ്കിൽ വലിയ സീക്വൻസ്, ചെറിയ സീക്വൻസ് ഡൈവേർജ് ആണെങ്കിൽ വലിയ സീക്വൻസ് എന്തായാലും ഡൈവേർജ് ആയിരിക്കും. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് സീരീസിൻ്റെ ഡൈവേർജൻസ് പ്രൂവ് ചെയ്യുന്നത്.